നമസ്കാരം, എല്ലാവർക്കും ത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 19ഉം 20ഉം ഈ രണ്ട് ചോദ്യങ്ങളാണ്. ഈ രണ്ട് ചോദ്യങ്ങളും ഏകദേശം നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന രണ്ട് ചോദ്യങ്ങളായിരുന്നു. ഒന്ന് ഈസ്റ്റേൺ പോർട്ടലിനെ പറ്റിയിട്ടും ഒന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? വിച്ച് 5-year plan did government introduce ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റീസ് ഇൻ ഇന്ത്യ? നമുക്കറിയാം, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇന്ത്യ നിലവിൽ വന്നത് 1999 അപ്പം 1997 മുതൽ 2002 വരെ ഏത് പദ്ധതിയായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അപ്പൊ 1997 മുതൽ 2002 വരെ 9ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ആ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എന്ത് വരുന്നത്? 1999 ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ വർഷം പഠിച്ചു വെക്കുക. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വന്ന വർഷം 1999. ഇനി നമുക്ക് 9ാം പഞ്ചവത്സര പദ്ധതിയിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നോക്കാം. ഇതിന്റെ എയിം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ വികസനം. എന്താണ്? ഗ്രാമീണ വികസനം അഥവാ റൂറൽ ഡെവലപ്മെന്റും വികേന്ദ്രീകൃത ആസൂത്രണം. എന്താണ്? വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു എന്ന് പറയാം. അപ്പൊ പ്രധാന ലക്ഷ്യം എന്താണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണം, റൂറൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 97 മുതൽ 2002 വരെ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 15th ആനിവേഴ്സറി ആഘോഷിച്ച് തുടങ്ങിയത് ഏത് പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 1997 ആയപ്പോ 50 വർഷമായി, 1947. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് തന്നെ. ഇതിനെ നമ്മൾ ജനകീയ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് വിളിക്കും? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. ജനകീയ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വുമൺ കമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി. അതായത് വനിത, കാണാൻ പറ്റുമോ? വനിത ഘടക പദ്ധതി. വനിത ഘടക പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് 9ലാണ്. ഇത് 10ാം പഞ്ചവത്സര പദ്ധതിയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഈ വുമൺ കോമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്നത് 9ാം പഞ്ചവത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ 10ൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതും പഠിച്ചു വെച്ചേക്കാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒന്നാണ് കുടുംബശ്രീ. അല്ലെ? കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം 1998 മെയ് മാസം 17ാം തീയതിയാണ്. ഇത് അപ്പൊ ഏത് പദ്ധതി കാലത്താ? 9th 5-year പ്ലാന്റെ കാലത്താണ്. അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ കുടുംബശ്രീ പദ്ധതി 1998 മെയ് 17ന് അതേപോലെ തന്നെ ഓർത്ത് വെച്ചേക്ക്. നിങ്ങൾക്കറിയാം സർവശിക്ഷ അഭിയാൻ SSA എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ? ഇത് 2001 കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അപ്പൊ ഈ കാലയളവിലാണ് SSA ആരംഭിച്ചത്. നമ്മളോട് ചോദിക്കാം, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി 1999 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. SSA 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ കുടുംബശ്രീ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാം, വനിത ഘടക പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയെ നിങ്ങൾക്കറിയാമല്ലോ. അന്ത്യോദയ അന്ന യോജന, ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ളവർക്ക് കുറഞ്ഞ നിരത്തിൽ അരി, ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഗോതമ്പും ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് AAY, റേഷൻ കട വഴി. അത് ആരംഭിച്ചത് 2000 ഡിസംബർ മാസം 25ാം തീയതിയാണ്. ഇതും ഏത് കാലയളവിലാണ്? നമ്മുടെ 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. എന്നാൽ ഇത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6.5% ആയിരുന്നു. കൈവരിച്ചത് എത്രയാണ്? 5.4% കൈവരിച്ചു. ഇതും കൂടെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. നിങ്ങൾക്ക് തെറ്റിപ്പോവരുതേ. തെറ്റിപ്പോവാതെ കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ 8ഉം 10ഉം ജസ്റ്റ് ഒന്ന് നോക്കാം. 8ഉം 10ഉം ചിലപ്പോ ഇനി അടുത്തതിന് 8ഉം 10ഉം ഒക്കെ ചോദിച്ചാലോ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഞാനങ്ങ് മായ്ക്കുകയാണേ, എന്നാലേ എഴുതാൻ സ്ഥലം കിട്ടത്തുള്ളൂ. വേറെ പേപ്പർ എടുക്കണ്ടല്ലോ. 8ാം പഞ്ചവത്സര പദ്ധതി ജസ്റ്റ് നോക്കുക. 8 ആവുന്ന സമയത്ത് അടിസ്ഥാന ലക്ഷ്യം ചോദിക്കാം. മാനവ ശേഷി വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതാണ് ഇവിടെ ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പൊ 8ാമത്തേന്റെയാണ് പറയുന്നത്. മാനവശേഷി വികസനം ലക്ഷ്യമിട്ടതായിരുന്നു 8ാം പദ്ധതി.
അതുപോലെ തന്നെ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. വ്യവസായങ്ങളുടെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മറ്റു ലക്ഷ്യങ്ങളോട് ഓർത്ത് വെച്ചേക്കുക. ജനസംഖ്യാ വർധനം നിയന്ത്രിക്കുക, ദാരിദ്ര്യം കുറയ്ക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, ഇതൊക്കെ ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങളായിരുന്നു. 1995 ജനുവരി 1 എന്താ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്തിൽ അംഗമായി? ലോക വ്യാപാര സംഘടനയില് അംഗമായി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയുടെ ഒരു സ്ഥാപക അംഗവും കൂടെയാണ്. അപ്പൊ സ്ഥാപിച്ച വർഷവും ഇത് തന്നെയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ അതിനകത്ത് അംഗമാവുകയും ചെയ്തു. അപ്പൊ അത് ചോദിക്കാം. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് നമ്മൾ ലോക വ്യാപാര സംഘടനയുടെ അംഗമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, PMRY. ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന അത് 1993 സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാ? തൊഴിൽ രഹിത യുവാക്കൾക്ക്, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അപ്പൊ ഇത് ഏത് കാലഘട്ടത്തിലായിരിക്കും? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇതും തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1992 മുംബൈ ആസ്ഥാനമാക്കി ഒരു സ്ഥാപനം വന്നു. എന്താ ആ സ്ഥാപനത്തിന്റെ പേര്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇത് നിലവിൽ വന്നതും ഈ സമയത്താണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് 1993 ഏപ്രിൽ 24. ഇപ്പൊ എല്ലാവരെയും മനസ്സിലറിയാം ഇത് എന്തിന്റെ ഡേറ്റാ? ഭരണഘടനാ പദവിയോടുകൂടി ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതും ഈ പദ്ധതി കാലത്താണ്, 8ാം പദ്ധതി കാലത്താണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇനി 10 കൂടെ പറഞ്ഞോട്ടെ. 10 കൂടെ പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോകാം. 10ലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം 10ാം പഞ്ചവത്സര പദ്ധതി 9 എവിടെയാ തീർന്നത്? 2002 തീർന്നു. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതി 2002 തുടങ്ങി. 2002 തൊട്ടിട്ട് 2007 വരെയാണ് 10th 5-year പ്ലാൻ എന്ന് പറയുന്നത്. പ്രത്യേകതകൾ വേഗത്തിൽ പറയാം. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട 10ാം പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം, തൊഴിൽ വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക, ഇതൊക്കെ മറ്റു ലക്ഷ്യങ്ങളായിരുന്നു. ഇനി കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ചോദിക്കാം. കേരള മോഡൽ വികസന പദ്ധതി എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാ? 10 ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൊഴിലുറപ്പ് പദ്ധതി, NREGS. ഇത് ആരംഭിച്ചത് 2006 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഇത് അപ്പൊ ഏത് കാലഘട്ടത്തിലാണ്? നമ്മുടെ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് 2009 ഇതിന്റെ പേര് എന്തായിട്ട് മാറി? ഇപ്പൊ നിലവിൽ എന്താ ഇതിന്റെ പേര്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റി. അത് 2009 തുടങ്ങിയപ്പോ ഇങ്ങനായിരുന്നു പേര്. അതുപോലെ തന്നെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് 2005 എന്താണ്? ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് 2005 അത് അതിന്റെ ലക്ഷ്യം നഗരങ്ങളുടെ ആസൂത്രിത വികസനമാണ്. അതും ഏത് സമയത്താപ്പം? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇത് ഇത്രയും ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാം 3ാമത്തെ പദ്ധതിയിൽ നിന്നും പ്ലാൻ ഹോളിഡേ ഒക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നടന്ന ഒരു 10th ലെവൽ മെയിൻസിന്റെ ഇന്നലെ നടന്നതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പ്ലാൻ ഹോളിഡേ എന്നാണെന്നുള്ളത് 1966 മുതൽ 69 വരെയാണ് അല്ലെ. 66 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് സമയത്താണ് വന്നതെന്ന് നിങ്ങളോട് ചോദിക്കാം. 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അല്ലെ. 1961 മുതൽ 66 വരെ ആയിരുന്നു 3rd പഞ്ചവത്സര പദ്ധതി. അതിനുശേഷമാണ് ഈ പ്ലാൻ ഹോളിഡേ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ പ്ലാൻ ഹോളിഡേയുടെ സമയം, അതായത് 3ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നടന്നതാണ് എന്ത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിക്കോട്ടെ, ഇന്ത്യയിൽ 65 കടുത്ത വരൾച്ച ഉണ്ടായി, അതുപോലെ തന്നെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ 1965 സ്ഥാപിതമായി, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അത് ഇനി ചോദിക്കും കേട്ടോ. 1965 സ്ഥാപിതമായ ഒന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അത് ചോദിക്കാം. ഇൻഷുറൻസ് ചോദിച്ചപ്പോ ഇനി ഇതൊക്കെ ചോദിക്കാം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ്
ബോർഡ് എന്ന് പറയുന്നത് 1965 മൂന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തതാണ്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തതും ഈ സമയത്താണ്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിൽ പ്രൈമറി സ്കൂളുകൾ ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പ്ലാൻ ഹോളിഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ഇയറും അതിന്റെ പ്രത്യേകതകളും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ മൂല്യം കുറച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് രൂപയുടെ മൂല്യം കുറച്ചു, അതായത് ഡീവാലുവേഷൻ ഓഫ് റുപ്പി പ്രഖ്യാപിച്ചത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ 1966 പഠിച്ചു വെക്കുക, 66 ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഏകദേശം 36.5% വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ ആൻസേഴ്സ് മതി. ഇത്രയെങ്കിലും വായിച്ചു നോക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ വന്ന പദ്ധതികളൊക്കെ ഓരോന്നും ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇ-ശ്രമിനെ പറ്റിയിട്ടായിരുന്നു. നമുക്ക് ഇ-ശ്രം കാർഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിൽ ചിലരെങ്കിലും ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഇ-ശ്രം കാർഡ് നമ്മുടെ ആധാർ കാർഡൊക്കെ പോലെ ഇരിക്കുന്ന ഒരു കാർഡാണ് ഇ-ശ്രം കാർഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? Which of the following Union Ministry launched e-Shram portal for creating a centralized database of all unorganized workers? നമ്മുടെ ചോദ്യത്തിനകത്ത് തന്നെയുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നു? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാര്, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഓർഗനൈസേഷൻ ഉണ്ട്, ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുള്ളതും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഓർഗനൈസ്ഡ് വർക്കേഴ്സ്. അല്ലാത്ത ആൾക്കാരാണ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് ആരൊക്കെ ആയിരിക്കും? ഈ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് ഈ ഫിഷർമെൻ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ലാൻഡ്ലെസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മാർജിനൽ ഫാമേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ അനിമൽ ഹസ്ബൻഡറി ഒക്കെ നടത്തുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. അവർക്ക് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആണ് അവരെല്ലാം. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഇ-ശ്രം കാർഡും ഇ-ശ്രം പോർട്ടലും ഒക്കെ. അപ്പൊ ഇത് ആരാണ് നോക്കുന്നത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഈ ഒരു ഇ-ശ്രം പോർട്ടല് കൈകാര്യം ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഇ-ശ്രം പോർട്ടലും ഇ-ശ്രം കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് 2021 ശരിക്കും വന്നത് കേട്ടോ. 2021 വന്നത്. ഏകദേശം ഒരു 38 കോടിയോളം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, അതായത് കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് ആയിക്കോട്ടെ, മൈഗ്രന്റ് വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രീറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഉണ്ട്, ഇവരെ എല്ലാം കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് വേണ്ടിയിട്ട്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇ-ശ്രം പോർട്ടൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പരമായിട്ട് നമ്മൾ ഇതിനകത്ത് വെബ്സൈറ്റിൽ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇ-ശ്രം കാർഡ് തരും. അതിനകത്ത് ഒരു 12 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും, യുണീക്ക് നമ്പർ കാണും. ഓക്കെ, ഒരു 12 ഡിജിറ്റ് ഉള്ള ഒരു യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങളിൽ പലർക്കും ഇതൊക്കെ കാണും, നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു രജിസ്ട്രേഷൻ നമ്മൾ നടത്തി ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും ഒരു ഇൻഷുറൻസ് പോലെ ഒരു 2 lakh rupees-ഉം, ഇനി പെർമനന്റ് ആയിട്ട് ഒരു ഡിസബിലിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്താണ്, ഒരു പെർമനന്റ് ഡിസബിലിറ്റിക്ക് 1 lakh, പെർമനന്റോ പാർഷ്യലോ ഒക്കെ ആണെങ്കിൽ 1 lakh rupees ഇവർക്ക് അനുവദിച്ചു കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സുപ്രീം കോടതിയുടെ ഒരു നിയമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് യൂണിയൻ ടെറിട്ടറീസിലും അതുപോലെ ഗവൺമെന്റിന്റെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഒക്കെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇത് നടപ്പിലാക്കി വരുന്നുണ്ട്. ദെൻ നമ്മളോട് ചോദിക്കുകയാണ്, മറ്റ് കാര്യങ്ങൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത്, ഇവിടെ കുറച്ച് പേരുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടിരിക്കുന്നതാണ്. ലേബർ കോഡ് അവർക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രി റോസ്ഗാർ പ്രത്സാൻ യോജന PMRPY ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ പ്രധാനമന്ത്രി, അതായത് PM സ്വാനിധി എന്ന് പറയുന്നത്, അതായത് മൈക്രോ ക്രെഡിറ്റ് സ്കീം ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ് കേട്ടോ. ഈ സ്ട്രീറ്റിലുള്ള ആൾക്കാർക്ക്, കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ആത്മനിർഭർ ഭാരത് അഭിയാൻ, ഇത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനാണ്. ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ ഇവർക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അन्न യോജന, വൺ നേഷൻ വൺ റേഷൻ കാർഡ്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വേൾഡ് ബാങ്ക് സപ്പോർട്ട് ടു ഇന്ത്യ ഇൻഫോർമൽ വർക്കിംഗ് ക്ലാസ്. ഇതൊക്കെ തന്നെ നമ്മള് രാജ്യത്തുള്ള പല അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പല പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിച്ചു വെച്ചിരുന്നാൽ മതി.
അപ്പൊ ഇതോടുകൂടി നമ്മുടെ എക്കണോമിക്സ് അങ്ങ് തീരുകയാണ്. ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ, അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാം പഠിച്ചിട്ട് പോവുക. അതായത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് മാത്രം പഠിക്കരുത്. നെക്സ്റ്റ് ലെവൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ചോദിച്ചുകൊണ്ട് തന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡയറി റെഗുലേറ്ററിയും അതുപോലൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.